ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ പടം കാണാൻ പോവുകയാണ്. വേറെ വഴിയില്ലാത്തോണ്ട് എന്നെയും കൂടി കൊണ്ടുപോകണം അല്ലേ അച്ഛൻ? ഗൈസ് സർവം മായാണ് കാണാൻ പോണത് നിവിൻപോളിയുടെ. പൊന്നു അവിടെ എത്തുമ്പോ സർവം വിലത്തരം നീ കാണിക്കരുത്. ഓക്കെ, അതെ 10:45 ഷോ. കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കുക, മൂലക്ക് ഇരുത്ത ഉറക്കുക. എടാ അല്ലെങ്കിൽ നീ പുറത്തേക്ക് പോകും. ഞാൻ ഞാൻ പോവില്ല. നോവേ അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ് സിനിമ ഞാൻ ഫുള്ള് കാണും, ഇവള് പുറത്തേക്ക് പോകും. ഒന്നുമില്ല, അത് ഞാൻ കൊടുത്തോളാം. ഞാൻ പുറത്തോട്ട് കാര്യം ഓക്കെ, 10:50 സമയമുണ്ട്. ഡോണു വണ്ടിയിൽ കയറുമ്പോഴേ കിടന്നുറങ്ങിക്കോളാം കേട്ടില്ലേ? സിനിമ കഴിയണ വരെ വാ തുറക്കരുത് കേട്ടാ. ഓരോ പിള്ളേര് 10:30 മണിയായി, ഓരോ പിള്ളേര് ഉറങ്ങാണ്ട കൊതിയാവും. ഇവിടെ ഉണ്ട് വരണ കറക്റ്റ്. അമ്മ ചോറിനായിരുന്ന അപ്പ കരയും, അമ്മ ബാത്റൂമിൽ പോയ അപ്പ കരയും, അമ്മ സിനിമയ്ക്ക് പോകാനോ പുറത്ത് പോകാനോ ഡ്രസ്സ് എടുക്കാനോ പോയ അപ്പ കരയും. ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ നിക്കുന്ന നിന്നെ നീ പറയണേ, നിന്നെ മനസ്സിലാവണ്ടേ നിനക്ക്? ഉറങ്ങില്ല അവൻ. സിനിമ തിയേറ്ററിലെങ്ങനെ നിന്റെ ഒച്ച പൊന്തിനിയെ കസേരമ ഞാൻ അടിക്കും, നിന്നെ കസേരമ ജോൺസിനെ അടിക്കുന്ന പോലെ. കിടന്ന് ഉറങ്ങിയേക്കണേടാ ഒന്ന് മോനെ. എനിക്ക് തോന്നണില്ല മോനെ. ഉറങ്ങിക്കോളും. അങ്ങനെ പടം കഴിഞ്ഞിറങ്ങിട്ടോ ഒരു ഒരു കിടിലും ഫീൽ ഗുഡ് പടം അല്ലേ? നിവിൻപോളിക്ക് അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം പ്രേമത്തിന് ഒരു ഹിറ്റ് കിട്ടി. പടം കഴിഞ്ഞത് ശരിക്കും ഭയങ്കര വിഷമായി പോയി അല്ലേ? എല്ലാ ചേരുവകളും ഒത്തുചേർന്ന പടം. എനിക്ക് ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിവിൻപോളിയുടെ ഇടതുകൈക്ക് അടിയുണ്ട്. ഒരടിയല്ല, 3-4 അടിയുണ്ട്. ഇടതുകൈയിലെ അടിയിലല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പടം വേറെ ലെവല്. ചിരിക്കാനും കുറച്ച് സെന്റി അടിക്കാനൊക്കെ പടത്തിലുണ്ട്. നിവിൻപോളിക്കിടില ആക്ടിങ് രക്ഷയില്ല. ഇത് ഇന്റർവ്യൂല് വരെ ഒരു കുഴപ്പം. ഇന്റർവ്യൂല് ശേഷമല്ലേ എന്നെ അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അങ്ങോട്ടാ ഒരു കാറും ഉണ്ട് അവന്റെ തോന്നിവാസം. ഇങ്ങനെ സിനിമയ്ക്ക് സ്ഥലത്ത് കൊണ്ടുപോകണേ ഇവളില്ല കൊച്ചിനെ തന്നെ തന്നേക്കും ഓടിക്കോളാൻ പറഞ്ഞിട്ട്. ഞാൻ തിയേറ്ററിന്റെ പുറത്തേക്ക് ഓടുക വരിക ഇത് പടത്തിന്റെ മതി എനിക്ക് മതി, ഞാൻ പോകുന്നു. എനിക്ക് മര്യാദ കാണാൻ പറ്റില്ല. പക്ഷെ പടം സൂപ്പറായിരുന്നു. ഗുഡ് നൈറ്റ്. എത്ര മണി? 2:10.